രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ഭാരതം ലോകത്തിന് നൽകിയ രണ്ട് മഹോന്നതമായ ഇതിഹാസ കാവ്യങ്ങളിൽ ആദ്യത്തേതായ വാൽമീകി രാമായണമാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. കർക്കടക മാസത്തിലെ രാമായണ ആചരണത്തോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ പഠനം ആരംഭിച്ചു. വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലൂടെ നാം നമ്മുടെ രാമായണ പഠനം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പദപത്മങ്ങളിലും ഈ അദ്ഭുതകരമായിരിക്കുന്ന ഇതിഹാസകാവ്യം നമുക്ക് പകർന്നു തന്ന വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവതാര കഥ നാം കഴിഞ്ഞ ദിവസം നേരിട്ട് കേട്ടു. വാൽമീകി മഹർഷിയുടെ വാക്കുകളിൽ കൂടെ തന്നെ. എന്ന് മാത്രമല്ല, രാമന്റെ ബാല്യവും തുടർന്ന് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെ യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അയോധ്യയിലേക്ക് വരുന്നതും നാം കണ്ടു. മഹാരാജാവ് ദശരഥനോട് യാഗം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങയുടെ മൂത്ത മകനായിരിക്കുന്ന ശ്രീരാമനെ അയച്ചു തരണം എന്ന് അദ്ദേഹം പറയുന്നതും നാം കേട്ടു. മഹർഷി വന്നപ്പോൾ തന്നെ അങ്ങേയറ്റം സന്തോഷത്തിലായിരുന്നു ദശരഥൻ. തൻ്റെ ഗുരുജനങ്ങളോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം അമാത്യന്മാരോടൊപ്പം അദ്ദേഹം ഓടിച്ചെന്ന് വിശ്വാമിത്രനെ വന്ദിച്ച് വിധിപ്രകാരം അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് അർഘ്യപാദ്യാദികളെല്ലാം നൽകി പീഠത്തിലിരുത്തി പൂജ ചെയ്ത് അദ്ദേഹത്തിന്റെ ആഗമനത്തിൽ തനിക്കുണ്ടായ സന്തോഷം അറിയിച്ച് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു ലക്ഷ്യവും ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് എന്ന് ചോദിച്ച് അങ്ങ് എന്താ ആജ്ഞാപിച്ചു കഴിഞ്ഞാലും ഞാനത് ഉടനെ നിറവേറ്റുന്നതാണ്. അങ്ങയെ സേവിക്കാൻ സന്നദ്ധനായിട്ട് ഇതാ ദശരഥൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു എന്നെല്ലാം പല പ്രകാരത്തിൽ അനേക തവണ ദശരഥൻ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ തൻ്റെ ആവശ്യം വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ദശരഥൻ ആകെ തളർന്നുപോയി. അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു. അല്പം സമയം ഏറെ കഴിഞ്ഞിട്ടാണ് ശീതളോപചാരങ്ങളാൽ അദ്ദേഹം മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നത്. എന്നിട്ട് അദ്ദേഹം വിശ്വാമിത്രനോട് പറഞ്ഞു, അല്ലയോ മഹർഷേ, എന്റെ മകന് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. രാമന് ഊന ഷോഡശ വർഷവുമേ രാമോ രാജീവലോചന. 16 വയസ്സ് തികഞ്ഞിട്ടില്ല, ഇപ്പോഴും ബാലകനാണ്.
ആയുധവിദ്യ ഉറച്ചു കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഞാൻ അവനെ അങ്ങയോടൊപ്പം രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ആശ്രമത്തിലേക്ക് അയക്കുക? അത് എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. അല്ലയോ മഹാത്മാവേ, അങ്ങ് രാമനെ അയച്ചു തരണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിക്കരുത്. അങ്ങ് ഒരു കാര്യം ചെയ്യണം. അങ്ങയ്ക്ക് വേണ്ടത് യാഗരക്ഷയാണല്ലോ. അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറുണ്ട്. അഹമേവ ധനുഷ്പാണിർ ഗോപ്ത സമരമൂർധനി യാവത് പ്രാണാൻ ധരിഷ്യാമി താവത് യോത്സേ നിശാചരൈഹി. ഞാൻ തന്നെ അമ്പും വെല്ലുപെടുത്തുകൊണ്ട് അങ്ങയോടൊപ്പം അങ്ങയുടെ ആശ്രമത്തിലേക്ക് വരാം. സർവായുധ സന്നാഹങ്ങളോടുകൂടിയിട്ട് അങ്ങയുടെ ആശ്രമത്തെ രക്ഷിക്കാൻ, യജ്ഞകർമ്മങ്ങളെ രക്ഷിക്കാൻ ഞാൻ അവിടെ തയ്യാറെടുത്ത് നൽകാം. രാക്ഷസന്മാർ അവരുടെ സൈന്യത്തോടൊപ്പം ആ യാഗശാല അപവിത്രമാക്കാനായിട്ട് വന്നു ചേരുകയാണെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യാം. എത്ര കാലം തൻ്റെ ശ്വാസകോശത്തില് പ്രാണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമോ, അകത്തേക്കും പുറത്തേക്കുമുള്ള ആ പ്രാണന്റെ സഞ്ചാരം എത്ര കാലം നിയതി എനിക്ക് അനുഗ്രഹിച്ചു തരുമോ അത്രയും കാലം ഞാൻ അവിടെ നിന്നിട്ട് ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാം. മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, അങ്ങനെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ, ആ രാക്ഷസന്മാരോടൊപ്പം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിർവിഘ്ന വ്രതചര്യാസ ഭവിഷ്യതി സുരക്ഷിത. അങ്ങയുടെ ആ വ്രതചര്യ അങ്ങേറ്റം സുരക്ഷിതമായിരിക്കും. വിഘ്നങ്ങളെല്ലാം അകറ്റപ്പെടും. യാതൊരു തടസ്സവും കൂടാതെ കണ്ട് അങ്ങയുടെ ആ വ്രതം വിധിപ്രകാരം തന്നെ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ക്രമത്തിൽ പുരോഗമിച്ച് അങ്ങ് നിശ്ചയിക്കുന്നതായ സമയത്ത് തന്നെ സമ്പൂർണമായിട്ട് സമർപ്പണം ചെയ്യുവാനായി സാധിക്കും. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, ഞാൻ അങ്ങയോടൊപ്പം വരാൻ തയ്യാറുണ്ട്. അഹം തത്ര ഗമിഷ്യാമി. ഞാൻ അവിടെ വരുന്നുണ്ട്. എന്റെ അക്ഷൗഹിണിയോടൊപ്പം തന്നെ ഞാൻ വരുന്നുണ്ട്. ന രാമം നേതുമർഹസി. അങ്ങ് ഒരിക്കലും രാമനെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകരുത്. ഇത് അങ്ങയോടുള്ള എന്റെ അഭ്യർത്ഥനയാണ്. ഞാൻ ആശ്രമത്തിലേക്ക് വരാം, ആശ്രമത്തെ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിക്കാമെന്നൊക്കെ ദശരഥൻ പറയുമ്പോൾ അതൊരിക്കലും വീൺവാക്കല്ല. എത്രയോ തവണ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തവരെ പരാജയപ്പെടുത്തിയ ആളാണ് ദശരഥൻ. ദേവലോകത്ത് പോലും അദ്ദേഹത്തിന്റെ പരാക്രമം ഇന്ദ്രാദി ദേവന്മാർ കണ്ടു. അനേക തവണ രാക്ഷസന്മാരിൽ നിന്നിട്ട്, അസുരന്മാരിൽ നിന്നിട്ട് ദേവലോകത്തെ ദശരഥന്റെ പരാക്രമം രക്ഷിച്ചു. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം വെച്ചാൽ, അന്ന് ദശരഥൻ ചെറുപ്പമായിരുന്നു, ഇന്ന് വയോവൃദ്ധനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ ആ അസ്ത്രപ്രയോഗ വൈദഗ്ധ്യം ഇപ്പോഴുണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. എങ്കിലും ദശരഥൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും വീൺവാക്കല്ല. നേരത്തെയുള്ള ആ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് ദശരഥൻ പറയുന്നത്, ഞാൻ വരാം, രാമനെ അങ്ങ് വേണം എന്ന് ശഠിക്കരുത്. എന്താ കാരണം? ബാലോഹ്യകൃതവിദ്യശ്ച നചവേത്തി ബലാബലം. അവൻ ബാലകനാണ്. നേരത്തെ പറഞ്ഞല്ലോ 16 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന്. ശ്രീരാമചന്ദ്രൻ ബാലകനാണ് എന്ന് മാത്രമല്ല, ആയുധവിദ്യ അത് പൂർണ്ണമായിട്ടും അവന് വശകമായി കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി വേറെ പഠിക്കേണ്ടതുണ്ട്. അക്കാര്യം ദശരഥന് നന്നായിട്ടറിയാം. മഹായോദ്ധാവായ ദശരഥന് ഓരോ കുഞ്ഞുങ്ങളും ആയുധവിദ്യ പഠിച്ചു വരുമ്പോൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര കരുത്തോടുകൂടിയിട്ട് സാമർഥ്യത്തോടുകൂടിയിട്ട് പഠിക്കുന്നു, ഇതെല്ലാം ദശരഥന് നന്നായിട്ടറിയാം. അവര് ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കരുതരായി കഴിഞ്ഞിരിക്കുന്നു എന്നതും ദശരഥൻ അറിയാം. അതുകൊണ്ടാണ് രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വേണ്ടുന്ന പ്രകാരത്തിലുള്ള യുദ്ധവൈദഗ്ധ്യം രാമൻ ആയിക്കഴിഞ്ഞിട്ടില്ല.
എന്ന് മാത്രമല്ല നചവ്യക്തി ബലാബലം, ശത്രുവിന്റെ തന്റെ എതിരാളിയായിട്ട് കൺമുന്നിൽ വരുന്നവന്റെ ബലത്തെയും ദൗർബല്യത്തെയും കുറിച്ചും അവന് അറിയില്ല. അതൊക്കെ പഠിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റൂ. ശത്രുവിന്റെ ബലം അറിയണം, ഏതെല്ലാം പ്രകാരത്തിൽ അയാൾ ആക്രമിക്കുമെന്ന് അറിയണം. അതിനനുസരിച്ചിട്ട് സംരക്ഷണത്തിന് വേണ്ടുന്നതായ തയ്യാറെടുപ്പ് നടത്തണം. എന്ന് മാത്രമല്ല ശത്രുവിന്റെ ദൗർബല്യവും അറിയണം. ദുർബലമായ സ്ഥാനങ്ങളിൽ വേണം കടന്ന് ആക്രമിക്കാൻ. അങ്ങനെ ശത്രുവിന്റെ ബലാബലങ്ങളെ കുറിച്ച് അറിയാനുള്ള ജ്ഞാനം അവനായിക്കഴിഞ്ഞിട്ടില്ല. പിന്നെയോ നച്ച അസ്ത്രബല സംയുക്തോ, അവന് അസ്ത്രബലവും ഇല്ല. അമ്പെയ്ത്ത് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, ഇനിയും വളരെയേറെ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. കൈക്ക് നല്ല വേഗത ഇനിയും വരണം. എന്ന് മാത്രമല്ല അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ, ഈശ്വരീയമായ അനുഗ്രഹമുള്ളതായ വിവിധങ്ങളായ ദിവ്യാസ്ത്രങ്ങൾ, ഈ രാക്ഷസന്മാർ പലരും അതൊക്കെ നേടിവെച്ചിട്ടുണ്ടാവും തപസ്സുകൊണ്ട്. അപ്പോൾ അതിനെ എതിരിടണമെങ്കിൽ അതേപോലെയുള്ള അസ്ത്ര വൈദഗ്ധ്യം, ദിവ്യാസ്ത്ര വൈദഗ്ധ്യം വേണം. അതും ഈ ശ്രീരാമചന്ദ്രൻ ആയിക്കഴിഞ്ഞിട്ടില്ല. നച്ച യുദ്ധവിശാരദ. എന്ന് മാത്രമല്ല യുദ്ധത്തിൽ രാമന് പ്രാഗൽഭ്യവുമില്ല. യുദ്ധത്തിൽ പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ അനേകം യുദ്ധങ്ങളിൽ പങ്കെടുക്കണം. നല്ലവണ്ണം ആയുധവിദ്യ ഉറച്ചതിന് ശേഷം മാത്രമേ പടക്കളത്തിൽ ഇറങ്ങാവൂ.